മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും തീരാത്ത കലിയായി മാറുന്നുണ്ട്. സ്വത്തും പണവും ഒന്നും തനിക്ക് കിട്ടുന്നില്ല. തൻ്റെ ഭാര്യ വീട്ടുകാർ തന്നെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാൾ ഭാര്യയുടെ കുത്തുവാക്ക് മാത്രം കേട്ടാൽ മതിയെങ്കിൽ ഇപ്പം കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കുത്തുവാക്കുകൾ കൂടി കേൾക്കേണ്ടി വരുന്നു. അതിനൊന്നും തനിക്ക് തക്ക മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. വാമദേവൻ അമ്മാവൻ കള്ളത്തരം പറഞ്ഞാണ് എൻ്റെയും കരുണയുടെയും വിവാഹം നടത്തി വെച്ചത്. അതെനിക്കൊരു വല്ലാത്ത അബദ്ധമായി പോയെന്ന് പ്രതാപൻ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ വിളറി വെളുക്കുന്നുണ്ട് ഉണ്ണിയും. ആ കാര്യങ്ങൾ വന്ന് ദുർഗയോട് പറയുന്നെങ്കിലും ദുർഗ പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെട്ട് അവരോടൊന്നും സംസാരിക്കാൻ പോകണ്ട. അവർ പറയുന്നതിലും തെറ്റൊന്നുമില്ല. അമ്മാവൻ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരം പറഞ്ഞു. പക്ഷെ അതൊന്നും സത്യമല്ലെന്ന് വിവാഹത്തിന് ശേഷം അവർക്ക് മനസ്സിലായതിൻ്റെ ദേഷ്യമാണ്. പ്രതാപനെ ഒരു കാരണവശാലും വെറുപ്പിക്കരുത്. കോടിക്കണക്കിന് സ്വത്തുവകകളുള്ള ഒരാളാണ്. കരുണയ്ക്കാണ് ആ സ്വത്തുക്കളെല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പം നീ എന്തു പറഞ്ഞാലും അവരോട് സ്നേഹത്തിൽ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും കരുണയ്ക്ക് മഹാലക്ഷ്മിക്കായും ഉയർന്ന് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മ. അവരാണെങ്കിൽ വെച്ചടി കയറി പോകുന്നു. ഇപ്പം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD കൂടെ ആയതുകൊണ്ട് തറയിലൊന്നും അല്ല അവർ. അവളൊരു സാധാരണ സ്ത്രീയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇതങ്ങനല്ലല്ലോ മോനെ. എന്ത് പറഞ്ഞാലും അമ്മയും അമ്മാവനും 12ാമത്തെ വയസ്സിൽ അയാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മരുന്നിൽ മായം ചേർക്കാതെ കൊന്നു കളഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ ഈ അധികാരം കാണിക്കാനും ഈ സ്വത്തുവകകൾ കൈവശം വെക്കാനും അയാൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഉണ്ണി അങ്ങ് പോകുമ്പം ദുർഗയ്ക്കും കുറ്റബോധം തോന്നുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ മനസ്സൊരുക്കി അയ്യപ്പനോട് നടന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. അതായത് കണ്ണേട്ടൻ്റെ 12ാമത്തെ വയസ്സിൽ വീൽചെയറിലായതാണ്. ആ അപകടത്തിന് ശേഷം ഒരു നിയോഗം പോലെ അയ്യപ്പൻ്റെ വിഗ്രഹം എൻ്റെ കയ്യിലെത്തിയതാണ്. എൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം സ്വാമി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, തൃക്കാർത്തിക ദിവസം നഷ്ടമായ കണ്ണേട്ടൻ്റെ ചലനശേഷി ഈ പിറന്നാളിന് തിരികെ കിട്ടണം. കണ്ണേട്ടന് മല ചവിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. അതേസമയം മാലയിടുന്ന സമയത്ത് കണ്ണൻ്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് ദുർഗാമ്മ കാണുന്നുണ്ട്. അത് മഹാലക്ഷ്മിക്കും മനസ്സിലാകുന്നു. അയ്യപ്പപ്പാട്ടും മാലയിടിയിലൊക്കെ കഴിഞ്ഞ് സ്വാമിമാരങ്ങ് പോകുന്ന സമയത്ത് ഉണ്ണിയോട് ദുർഗ പറയുന്നു, അവൻ്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് ഞാൻ കണ്ടു മോനെ. അവന് കാലിന് ചലനശേഷി തിരികെ കിട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മളോടൊക്കെ മറച്ചു വെക്കുന്നതാണ് അവർ. അത് ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയതാകുമെങ്കിലോ? എൻ്റെ തോന്നലല്ല മോനെ. മുമ്പൊരിക്കൽ കരുണമോള് പറഞ്ഞത് മോൻ ഓർമ്മയില്ലേ? ഞാൻ ശരിക്കും കണ്ടു അവൻ്റെ വലതുകാലിൻ്റെ വിരലുകളും ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ചലനശേഷി തിരികെ കിട്ടിക്കാണും. അത് അയാളും അവരും മറച്ചു വെക്കുന്നതാണെങ്കിലോ? മലയ്ക്ക് പോകുന്ന അയാളിനി തിരികെ വരരുത് ജീവനോടെ. ആരൊക്കെ അയാളോടൊപ്പം പോകുന്നത്? അതാ മാർക്കോയും അനന്തവും കാണും. ആ മാർക്കോ കൂടെ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ഗുണ്ടകൾക്കും പേടിയാ. അനന്തവും കണ്ണേട്ടനും മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഒപ്പിക്കാമായിരുന്നു. എന്തായാലും കരുണയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊന്ന് പറയണം. കൂടെ മേഘേട്ടനെയും കാണണമെന്നും പഴയതുപോലെ അമ്മാവന് അവരെ രണ്ടാളെയും ഉപദ്രവിക്കാൻ ഇപ്പോൾ പേടിയാ. കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് താഴെ വീണതിന് ശേഷം മഹാലക്ഷ്മി എന്ന് പേര് കേട്ടാൽ പോലും അമ്മാവന് ഭയങ്കര പേടിയാണെന്നൊക്കെ ദുർഗയോട് പറയുന്നുണ്ട് ഉണ്ണി. മോൻ എന്തായാലും പോയി കരുണമോളുടെ അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വരാൻ നമ്മുടെ ദുർഗയും പറയുന്നുണ്ട്. അതും പ്രകാരം കരുണയുടെ അച്ഛനെ കണ്ടതിന് ശേഷം നേരെ മേഘനെ കാണാൻ പോകുന്നുണ്ട് ഉണ്ണി. മേഘേട്ടനോട് പറയുന്നു, ഇതുപോലെ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ണേട്ടനും. കൂടെ അനന്തുവേട്ടനും മാർക്കോയും കാണാൻ ചാൻസ് ഉണ്ട്. ഇനി അയാളും കാണാം നടക്കാൻ തുടങ്ങിയോന്നാ എനിക്കിപ്പോൾ സംശയം. മേഘേട്ടനും മുമ്പൊരിക്കൽ കരുണയും പറഞ്ഞിരുന്നു അയാളുടെ കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് കണ്ടെന്ന്. പക്ഷേ ഉറപ്പിക്കാൻ പറ്റിയില്ല. ഇന്ന് അമ്മ തറപ്പിച്ച് പറയുന്നുണ്ട് അയാളുടെ കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് കണ്ടു എന്ന്. അയാളും അയാളുടെ ഭാര്യയൊന്നും ഇതുവരെ ആരുടെയും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ശത്രുക്കളായതുകൊണ്ട് ചിലപ്പം മറച്ചു വെക്കുന്നതായിരിക്കും. ഇനി അയാൾ നടക്കാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇപ്പോഴേ എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് എന്നെ പുച്ഛം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉണ്ണി പറയുമ്പം മേഘം പറയുന്നു, മിക്കവാറും അവൻ നടന്നു തുടങ്ങിക്കാണും. നമ്മളൊന്നും അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിരിക്കും. ആ മാർക്കോയ്ക്കും അനന്തുവിനും അറിയാം. അവരും നമ്മളോടൊന്നും പറയുന്നവരല്ലല്ലോ. ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, ഈ കണ്ടീഷനിലിരിക്കുന്ന അയാളെ മലയ്ക്ക് വിട്ട് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി തിരിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നെന്ന്. അപ്പം അമ്മ പറയുക, നീ എന്തിനു മണ്ടത്തര പറയുന്നത്? ആ സ്വത്തുക്കൾ മുഴുവനും മഹിയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അവൻ എന്തെങ്കിലും പറ്റിയാൽ അവൾ സുഖിച്ച് ജീവിക്കും. നമ്മളെല്ലാം പിന്നെ പുറത്തും ആകും.
അവളെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ മനുഷ്യജീവിയാണോന്നാ എനിക്കിപ്പോൾ സംശയം. എന്തായാലും മലയ്ക്ക് പോന്ന കണ്ണൻ ജീവനോടെ ഇനി തിരികെ വരാൻ പാടില്ല. ജോലി നഷ്ടമായി മഞ്ജു സാഗറും ഇപ്പം എങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നേ, അതുപോലെ തന്നെ കണ്ണനില്ലാതായി കഴിഞ്ഞാൽ മഹാലക്ഷ്മി നമ്മുടെ വരുതിക്ക് തന്നെ വന്നോളും. അല്ലെങ്കിൽ നമ്മൾ വരുത്തും. നമ്മൾ ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണെന്നും പറഞ്ഞ് അവരെ കൊല്ലാൻ പോയ കരുണയുടെ അവസ്ഥ അറിയത്തില്ലേ. അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഉണ്ണി പറയുമ്പോൾ മേഘം പറയുന്നു, അവനെ അവളെ രണ്ടായിട്ട് പിരിക്കണമെന്നുള്ളത് എൻ്റെ വാശിയാ. എൻ്റെയും മഞ്ജുവിൻ്റെ ജീവിതം തകരാൻ തന്നെ അവളാണ്, ആ മഹാലക്ഷ്മിയാണ് കാരണക്കാരി. അവൾ ഓരോന്നും മഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിനാണ് അവൾക്ക് എന്നെ സംശയം തോന്നി തുടങ്ങിയത്. തക്ക സമയത്ത് ആ സാഗർ എന്ന് പറയുന്ന ചതിയൻ അവളുടെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും അവൾ അവൻ്റെ ചതിയിൽ വീഴുകയും ചെയ്തു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അതിനൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം മേഘേട്ട. ആദ്യം അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കമ്പനിയിലെ വേറെ ഒരു ജോലിക്കാരനാണ് ഞാൻ ഇപ്പോൾ. അതിൻ്റേതായിട്ടുള്ള വിലകേട് എൻ്റെ ഭാര്യ വീട്ടിൽ എനിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അന്ന് ആ വീൽ ചെയറിലിരുന്ന സമയത്ത് നിസാരം പോലെ അയാളെ അങ്ങ് തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. ചെയ്യേണ്ട സമയത്ത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നീ വിഷമിക്കേണ്ടട മോനെ. ഇത്തവണ ഞാൻ മാർക്കോയെക്കുറിച്ച് വ്യക്തമായി ഒന്നും അറിയാത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ വരുത്താം. അവന്മാർ രണ്ടിൻ്റെ കഥ കഴിച്ചോളും.